ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം. ഇന്നും ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. ഞാൻ അതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ വൈറ്റും പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു ബോട്ടിലിൽ ഒന്ന് ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ടും അടിച്ചു കൊടുക്കുന്നില്ല. രണ്ട് സൈഡിൽ മാത്രം ആദ്യം ഒരു കളർ പിന്നെ വേറൊരു കളർ അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഞാൻ ഈ ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ ആ ഒരു താഴെ ഭാഗവും നെക്കിൻ്റെ ആ സൈഡിലും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ വൈറ്റ് പ്രൈമറി കോട്ടായിട്ട് അടിച്ചു കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ബ്ലൂ തന്നെ ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടി അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഡാർക്ക് കളർ ബോട്ടിലായതുകൊണ്ട് നമ്മൾ ഈ ബ്ലൂ തന്നെ 2 കോട്ട് അടിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു കളർ കിട്ടും. ലൈറ്റ് കളർ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 കോട്ട് അല്ലെങ്കിൽ വൈറ്റ് അടിച്ചിട്ട് പിന്നെ 2 കോട്ട് ബ്ലൂ ഒക്കെ അടിക്കേണ്ടി വരും. പിന്നെ ഞാൻ ആ ബ്ലൂവിൽ തന്നെ കുറച്ചൊരു വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ലൈറ്റ് ബ്ലൂ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ആ ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു നടുക്കുള്ള ഒരു പോർഷൻസിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ഒരു കോട്ട് അടിച്ച് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നല്ലൊരു കളറായിട്ടുള്ളൊരു ബോട്ടിലായിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്ന കുറച്ച് ബഡ്സാണ്. ബഡ്സ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ 2 ഡ്രോപ്പായിട്ട് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെ. എന്നിട്ട് ഒന്നിലേക്ക് ഞാൻ ഈ ബ്ലൂ വെച്ച് കുറച്ച് ലൈറ്റായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ബഡ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് ആ ഒരു ബോട്ടിൽ ഒരു 5 ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിക്കോളും. നമ്മളിങ്ങനെ ബഡ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഡോട്ട് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനൊരു 5-6 ഫ്ലവർ ഇങ്ങനെ ഈ ഒരു ബോട്ടിലിൽ ചെയ്തിട്ടുണ്ട്. താഴെ ഭാഗം മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്, നെക്കിൻ്റെ ആ സൈഡിൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഡ്രോപ്പ് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റിൽ ബഡ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു റെഡിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ബഡ്സ് വെച്ചിട്ട് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ പെയിൻറ്റിൻ്റെ ബ്രഷ് തന്നെ യൂസ് ചെയ്താൽ മതി. ബഡ്സ് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ബഡ്സിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് അങ്ങനെ ഇല്ലാതായി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റ് വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ആ ഒരു ലൈറ്റ് പിങ്ക് ആക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു 4-5 ഫ്ലവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ ആ ഒരു ബ്ലൂ തന്നെ യൂസ് ചെയ്തിട്ട് ഒരു 4-5 ഫ്ലവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ആ ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ആ ഒരു പോർഷൻസ് ഇല്ലേ, ആ ഒരു ഭാഗത്താണ് ചെയ്യുന്നത്. ഡാർക്ക് കളർ പെയിൻ്റ് ആണല്ലോ, അപ്പോൾ ആ ലൈറ്റിലെല്ലാം അട്രാക്റ്റ് ചെയ്ത് കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതുപോലെ കുറച്ച് ബ്ലൂ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറേ ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലവേഴ്സിനൊന്നും നമ്മൾ നടുക്ക് പ്രത്യേകിച്ചൊരു കളറൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പം നമ്മളിനി ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാ ഫ്ലവറിൻ്റെയും നടുക്ക് ഓരോ ഡോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫ്ലവറിനൊക്കെ നല്ലൊരു ഭംഗി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡ്, ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അതുപോലെ ലൈറ്റ് പിങ്ക് എല്ലാം ചെയ്തല്ലോ. അപ്പോൾ അതിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ യെല്ലോ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളിങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചുറ്റും വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കുറച്ചൊരു മെറൂൺ കളർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫ്ലവർ ചെയ്യണം. അപ്പോൾ മെറൂൺ കളർ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. അപ്പോൾ അതിന് ഞാൻ റെഡും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത സമയത്ത് ചെറിയൊരു മെറൂൺ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ബോർഡറിലാണ് ആ ഒരു മെറൂൺ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നല്ലൊരു കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ബോട്ടിലിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗ്രീൻ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലീവ്സ് പോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. ഓരോ ഫ്ലവേഴ്സിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ലീഫും പിന്നെ മേലെയും താഴെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഗ്രീന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ആ ലൈറ്റ് ബ്ലൂവിൽ അത്ര ഒരു അട്രാക്ഷൻ കിട്ടുന്നില്ല. ഡാർക്ക് ബ്ലൂവിൽ കുഴപ്പമില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ട്.
അപ്പോൾ എന്നിട്ട് ഞാനതിന് നമ്മൾ ലെമൺ യെല്ലോയും നമ്മൾ ആ ഒരു സാപ്പ് ഗ്രീനും കൂടെ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു യെല്ലോയിഷ് ഗ്രീൻ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അതുകൊണ്ട് ഒന്ന് വരച്ചു കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഒരു അട്രാക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മളെ ബോട്ടിലിൽ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ വരച്ചിട്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് ആ ഒരു ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ വന്നിട്ട്. അപ്പോൾ ഇനി ഇതിന് നെക്കിൻ്റെ സൈഡിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ സൈഡിലും കുറച്ചും കൂടെ ചെറുതായിട്ടൊക്കെ ഫ്ലവേഴ്സ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് 1-2 ബട്ടർഫ്ലൈസ് എങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ആദ്യം ഞാനിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ബട്ടർഫ്ലൈ പോലെ വരച്ചിട്ട് അതിൻ്റെ മേലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ കുഞ്ഞു ബട്ടർഫ്ലൈ ആയതുകൊണ്ട് ആ കറക്റ്റ് ആ ഒരു ഡിസൈനിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വലിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ഡിസൈൻ വരച്ചിട്ട് ഗ്ലൂ ഗണ്ണോട് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വരയ്ക്കൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഗ്ലൂ ഗണ്ണുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഒന്നിങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ഒരുപാട് പെർഫെക്ഷൻ ആയിട്ടുള്ള ബട്ടർഫ്ലൈ ഒന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു സിമ്പിളായിട്ടുള്ളത് ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പറിക്കാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ 2 യെല്ലോ കളറും 2 വൈറ്റ് കളറും പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പെയിൻറ്റ് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, ക്യാമറ ആ സമയത്ത് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ ഒക്കെ വന്നിട്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും ബട്ടർഫ്ലൈസൊക്കെ ആയപ്പോൾ ഒരു ഗാർഡനിലേക്കൊക്കെ പോയ പോലെ ഉണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ തന്നെ, കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇപ്പോൾ നോക്കിയ സമയത്താണ് ഞാൻ ആ ബട്ടർഫ്ലൈക്ക് ഇങ്ങനെ 2 കൊമ്പ് പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനത് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു 2 ജസ്റ്റ് ഇങ്ങനെ കർവ്ഡ് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അത് ഞാൻ ലൈറ്റ് കളറിൽ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബ്ലൂ പോർഷൻസിൽ ഇങ്ങനെ ഡാർക്ക് കളർ വരയ്ക്കുമ്പോൾ അത്ര കാണൂലല്ലോ, അപ്പോൾ അതിന് ഞാൻ വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ആയപ്പം കുറച്ചും കൂടെ ഒരു ബട്ടർഫ്ലൈക്ക് കുറച്ചും കൂടെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഈ ബട്ടർഫ്ലൈസിൽ പെയിൻറ്റ് അടിച്ചതിന് ശേഷം വേണമെങ്കിൽ ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ആ ഒരു ബോട്ടിലൂടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷൊക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഈസി പീസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാച്ച് സ്റ്റിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഈ തീപ്പെട്ടിക്കൊള്ളില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോട്ടിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 9th പഠിക്കുന്ന ദേവിക, ആലിയ, ആമിന, സനു, സഫ്രാമോൾ, ആദിയ, അനന്യ, അനാമിക, ഓസ്റ്റിൻ, ആദം, മുബി, ദിവ്യ മോഹൻ, അഷ്മിൽ, ജഹാന, പിന്നെ മെർലിൻ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചു തന്നത് ഐശ്വര്യ ഹരീഷ് ആണ്. നമ്മൾ ആ ഒരു മാർബിൾ ബോർഡിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. റെഡിൽ വൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി അർജുനായേജ അയച്ചെന്നത് നമ്മൾ ഒരു ഫിംഗേഴ്സ് ഉപയോഗിച്ചുള്ള ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഉമ്മുഫായിസ നസീൽ അയച്ചെന്നത് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫെതേഴ്സിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഡ്രൈ ബനാന ലീഫിൻ്റെ ഒരു ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിച്ചുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഷിബിന അയച്ചു തന്നതാണ്. പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ച് നമ്മളൊരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മെഡിസിൻ്റെ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ട് ഒരു ഗ്രേപ്പ് വൈൻ്റെ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മെഡിസിൻ്റെ ക്യാപ്സ്യൂളിന് പകരം ക്ലേ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. എല്ലാം നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഷെനു അയച്ചു തന്നത് നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു ജൂട്ടിൻ്റെ ഒരു ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷെനു നേരത്തെയും എനിക്ക് ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.